വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് നിക്ഷേപക കൂട്ടായ്മ. ഈ മാസം 16-ന് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. നടപടി ഉണ്ടായില്ലെങ്കിൽ CPIM വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിക്കും എന്നാണ് മുന്നറിയിപ്പ്. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. 16-നാണ് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച്. തുടർന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വീടുകളിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും സമരം വ്യാപിപ്പിക്കും. ഞങ്ങൾ ഈ വരുന്ന 16-ാം തീയതി ഈ ബ്രഹ്മഗിരിയുടെ പാതിരിപ്പാലത്തുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയുമാണ് ഞങ്ങൾ ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തീരുമാനമായി ഞങ്ങളെ സംബന്ധിച്ച് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന മന്ത്രി OR കേളുവിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് TJ ഐസക് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. ഇതിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇത് മഞ്ഞുമലയുടെ ഒരു കഷ്ണം മാത്രമാണ്. അവിടെ നിയമപരമായി ED അടക്കം അന്വേഷണം നടക്കുമ്പോൾ, ബഡ്സ് ആക്ട് അനുസരിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കി ഒക്ടോബർ അവസാന വാരം ഉൽപാദനം ആരംഭിക്കാനാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ നീക്കം. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാകും നടപടി. 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.